ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്ക് ഡയഗണലൈസേഷൻ ആയിരുന്നു. നമ്മളൊരു 2x2 മെട്രിക്സിൻ്റെ ഡയഗണലൈസേഷനും ചെയ്തു, അതേപോലെ തന്നെ ഒരു 3x3 മെട്രിക്സിൻ്റെ ഡയഗണലൈസേഷനും ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ആദ്യമേ ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നു. ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നും, ഡയഗണലൈസേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്നും ഏറ്റവും പ്രാധാന്യാർഹിതമായ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണോ എന്നുള്ള ചോദ്യമാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത എ പാർട്ടിലും നിങ്ങൾക്ക് ചോദിക്കാം. അതായത് 3 മാർക്കിൻ്റെ സെക്ഷനിൽ 2x2 മെട്രിക്സ് ആയിട്ട് നിങ്ങൾക്ക് ഈ സെയിം ചോദ്യം വരാം. അതേപോലെ തന്നെ 7 മാർക്ക് സെക്ഷനിൽ 3x3 മെട്രിക്സ് ആയിട്ടും നിങ്ങൾക്ക് ഇതേ സെയിം ചോദ്യം തന്നെ വരാം. ഓക്കെ, പ്രീവിയസ് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 2 ക്വസ്റ്റ്യൻസും പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഒന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 3x3 മെട്രിക്സ് ആണ്, അത് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. എക്സാമിൻ വെദർ ദ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 7 - 1 4 3 ഈസ് ഡയഗണലൈസബിൾ. അപ്പോൾ ഡയഗണലൈസബിൾ ആണോ എന്ന് അവർ നമ്മളോട് ചോദിക്കുമ്പോൾ ഡയഗണലൈസബിൾ ആണ് എന്ന് പറയാനുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കി വെക്കണം. ശ്രദ്ധിച്ചിരിക്കുക. നമുക്കറിയാം, ഇപ്പം 3 ഐഗൺ വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 3x3 മെട്രിക്സിന് 3 ഐഗൺ വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കേണ്ട, 3 ഐഗൺ വാല്യൂസ് ഉണ്ട്. ഓക്കെ, പക്ഷേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഐഗൺ വെക്റ്റേഴ്സ് മേ ബി 2 എണ്ണം ആവാം. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഞാൻ നേരത്തെ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്, ശരിയല്ലേ? ഡിഫറെൻറ്റ് കേസസ് ഡിസ്കസ് ചെയ്ത ദിവസം നമ്മളത് ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് 3 ഐഗൺ വാല്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഐഗൺ വെക്റ്റേഴ്സേ കിട്ടത്തുള്ളൂ. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? റിപ്പീറ്റഡ് റൂട്ട് വരുന്ന കേസിലാണ്, അല്ലേ? ഐഗൺ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കേസിലാണ് ഇത് സംഭവിക്കുന്നത്. 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് ആണെങ്കിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സ് കിട്ടും. പക്ഷേ ഐഗൺ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കേസിൽ നമുക്ക് 3 എണ്ണം കിട്ടാനും കിട്ടാതിരിക്കാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനത്തെ പ്രോബ്ലവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ചോദ്യമാണെങ്കിൽ നമ്പർ ഓഫ് ഐഗൺ വാല്യൂസും നമ്പർ ഓഫ് ഐഗൺ വെക്റ്റേഴ്സും സെയിം അല്ല എന്നുണ്ടെങ്കിൽ അത് ഡയഗണലൈസബിൾ അല്ല. ഓക്കെ, സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒരു നോട്ടായിട്ട് എഴുതി വെക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ഡയഗണലൈസബിൾ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഡയഗണലൈസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ബേസിക് കൺസെപ്റ്റ് ഉണ്ടാവണം. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നോട്ടായിട്ട് എഴുതി വയ്ക്കുക. നോട്ട് ശ്രദ്ധിച്ചിരിക്കണേ, എഴുതിക്കോളൂ. ഇഫ് എ മെട്രിക്സ് ഓഫ് ഓർഡർ n/n, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇഫ് എ മെട്രിക്സ്, ഞാൻ മെട്രിക്സിനെ എ എന്ന് വിളിക്കുകയാണ്. എയുടെ ഓർഡർ എന്താണ്? n/n. If a matrix A of order n/n is said to be diagonalizable if A has n linearly spelling correct ആണോ? linearly linearly independent eigen vectors. n linearly independent eigen vectors. ഒരു n/n ഓർഡർ ഉള്ള സ്ക്വയർ മെട്രിക്സ് ആണ് ഡയഗണലൈസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അത്തരത്തിലുള്ള ഒരു മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യുന്ന കേസിൽ അതിനകത്ത് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇതിപ്പോൾ 2x2 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് 2 ഐഗൺ വെക്റ്റേഴ്സ് മിനിമം ഉണ്ടാവണം ഇത് ഡയഗണലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ശരിയല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ ഐഗൺ വാല്യൂസ് കണ്ടെത്തണം. 2x2 മെട്രിക്സ് ആണ്. ആദ്യമേ ഐഗൺ മെട്രിക്സ് A - λI നമുക്ക് എഴുതി വയ്ക്കാം. ഡയഗണൽ എലമെൻസിൽ നിന്ന് ലാംഡ മൈനസ് ചെയ്യുക. 7 - λ -1 4 3 - λ. ഓക്കെ, ഇനി നമ്മുടെ ക്യാരക്ടറൈസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ക്യാരക്ടറൈസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനൻ്റ് A - λI ഇസ് ഈക്വൽ ടു എന്താണ്? 0. ഇതാണ് നമ്മുടെ ക്യാരക്ടറൈസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സോൾഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ഇൻ ദ കേസ് ഓഫ് 2x2 എന്ന് പറയുന്നത് എന്താണ്? λ² മൈനസ് ട്രേസ് ഓഫ് A ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് A ഇസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ട്രേസ് ഓഫ് A കണ്ടുപിടിക്കാം. ട്രേസ് ഓഫ് A എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ഡയഗണൽ കൂട്ടിയാൽ മതി. 7 + 3 10 വരും. ഡിറ്റർമിനൻ്റ് A എന്ന് പറയുന്നത് എന്താണ്? 7 × 3
-4 ഇൻറ്റു -1 21 + 4 25. ശരിയാണല്ലോ. സോ ഈ വാല്യൂസ് എല്ലാം നമ്മുടെ ക്യാരക്ടറൈസ്റ്റിക് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്താണ് വരിക? λ² മൈനസ് ട്രേസ് ഓഫ് എയുടെ പ്ലേസിൽ 10 കൊടുക്കാം, ലാംഡ പ്ലസ് ഡിറ്റർമിൻ്റെ എയുടെ പ്ലേസിൽ 25 കൊടുക്കാം, ഈക്വൽ ടു എന്താണ്? 0. ഇതെന്താണ് സംഭവം? λ² മൈനസ് 10 ലാംഡ പ്ലസ് 25. കാൽക്കുലേറ്ററിൽ കോയിഫിഷ്യൻസ് അടിച്ചാൽ ആൻസർ കാണിക്കും, അല്ലാതെ തന്നെ ഒറ്റ നോട്ടത്തിൽ ഇത് മനസ്സിലാവും. എന്താണ്? λ-5² ആണ്. ശരിയല്ലേ? λ² മൈനസ് 10 ലാംഡ പ്ലസ് 25 എന്ന് പറയുന്നത് λ-5² ആണ്. സോ ലാംഡ ഈക്വൽ ടു 5,5. സോ അപ്പോൾ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്, അഥവാ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 5. സോ ലാംഡ ഈക്വൽ ടു 5ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഐഗൺ വെക്ടർ കണ്ടുപിടിച്ച് നോക്കാം. സോ ലാംഡ ഈക്വൽ ടു 5 ആണ് നമുക്ക് കിട്ടിയ ഐഗൺ വാല്യൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഐഗൺ വെക്ടർ കണ്ടുപിടിച്ച് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. സോ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 5, ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് 2 ഐഗൺ വാല്യൂസ് വേണം, കാരണം ഓർഡർ 2 ആണ്. പക്ഷേ ഒറ്റ ഐഗൺ വാല്യൂയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, റിപ്പീറ്റഡ് റൂട്ട് ആയതുകൊണ്ട് തന്നെ. 2 എണ്ണം ഉണ്ട്, പക്ഷേ അത് റിപ്പീറ്റഡ് ആണ്. ശരിയല്ലേ? സോ അപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു 5ന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്കറിയാം a മൈനസ് ലാംഡ i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 ആണ്. ഈ എക്സ് എന്ന് പറയുന്നതാണ് കറസ്പോണ്ടിങ്ങിലി ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. സോ ലാംഡയ്ക്ക് 5 കൊടുത്താൽ ഈ ഒരു ഇക്വേഷനിൽ ലാംഡയുടെ പ്ലേസിൽ 5 കൊടുത്താൽ മതി. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എന്താണ് വരിക? 7 മൈനസ് 5 മൈനസ് 1 4 3 മൈനസ് 5. ശരിയാണല്ലോ. ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താണ്? x1 x2 ഈക്വൽ ടു എന്താണ്? 0 0. യെസ്, 7 മൈനസ് 5 എന്താണ്? 2 ആണ്. -1 4 3 മൈനസ് 5 എന്താണ്? -2. ശരിയാണല്ലോ. ഇൻറ്റു x1 x2 ഈക്വൽ ടു എന്താണ്? 0 0. യെസ്, ഇപ്പോൾ നമുക്ക് 2 റോസും സെയിം ആയിട്ടാണ് 2/2ൻ്റെ കേസിൽ വരിക. നിങ്ങൾക്കറിയാം 2 -1 4 -2. ഈ ഫസ്റ്റ് റോനെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? സെക്കൻഡ് റോ കിട്ടും. ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ്ലി ഒറ്റ ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. എന്താണ്? 2x1 മൈനസ് x2 ഈക്വൽ ടു എന്താണ്? 0. ശരിയാണല്ലോ. 2x1 ഈക്വൽ ടു മൈനസ് x2 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് x2, x1 ഡിവൈഡഡ് ബൈ x2ൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ഈക്വൽ ടു x2 ഡിവൈഡഡ് ബൈ x1ൻ്റെ കോയിഫിഷ്യൻറ്റ് എന്താണ്? 2. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ x1 ഇസ് ഈക്വൽ ടു x1ൻ്റെ താഴെയുള്ള നമ്പർ 1, x2ൻ്റെ താഴെയുള്ള നമ്പർ 2. സോ ഇതാണ് നമ്മുടെ ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് ഒറ്റ ഐഗൺ വെക്ടറെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. എഗെയിൻ നമ്മൾ ലാംഡയുടെ പ്ലേസിൽ 5 കൊടുത്താൽ ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഒറ്റ ഐഗൺ വെക്ടറെ കിട്ടിയുള്ളൂ. നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് 1ഉം ഓർഡർ ഓഫ് ദ ഗിവൺ മെട്രിക്സ് എന്ന് പറയുന്ന 2ഉം ആണ്. അവർ സെയിം ആയാൽ മാത്രമേ ഡയഗണലൈസബിൾ ആവുള്ളൂ. സെയിം അല്ലാത്ത പക്ഷം എന്തല്ല? ഡയഗണലൈസബിൾ അല്ല. അപ്പോൾ നിങ്ങൾ വേർഡ്സിൽ ഇത് എഴുതണം. ഏറ്റവും സിമ്പിളായിട്ട് ഈ രീതിയിൽ എഴുതാം. നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടേഴ്സ്. നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടേഴ്സ് ഇസ് ഈക്വൽ ടു 1. order of given matrix is equal to 2/2. 1 not equal to 2. Therefore 1 not equal to 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടേഴ്സ് ഈസ് നോട്ട് ഈക്വൽ ടു ഓർഡർ ഓഫ് ദ ഗിവൺ മെട്രിക്സ്. Therefore given matrix is not diagonalizable. Therefore given matrix is not diagonalizable. തന്നിട്ടുള്ള മെട്രിക്സ് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഡയഗണലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായോ? സോ അപ്പോൾ നമുക്ക് 7 മാർക്കിന് പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. സോ അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യം, എക്സാമിൻ വെദർ ദ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു -2 2 -3 2 1 -6 -1 -2 0 ഈസ് ഡയഗണലൈസബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് 3 ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടേഴ്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡയഗണലൈസബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇഫ് യെസ്, ഫൈൻഡ് എ മെട്രിക്സ് വെച്ച് ഡയഗണലൈസ്.
ഇനി അങ്ങനെ ഡയഗണലൈസബിൾ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയഗണൽ മെട്രിക്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഇവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക, ഇത് 7 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 7 മാർക്കിന് പ്രീവിയസ് ചോദിച്ചതാണ്. തൊട്ട് മുൻപേ നമ്മൾ ചെയ്ത ചോദ്യം എ പാർട്ടിൽ 3 മാർക്കിന് ചോദിച്ച പ്രോബ്ലമാണ്. രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതി പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ചിരിക്കുക, അത്യാവശ്യം ചെയ്യാനുണ്ട്. നമുക്കറിയാം ഡയഗണലൈസേഷൻ്റെ പ്രോബ്ലം അത്യാവശ്യം ലെങ്തിയാണ്. നമുക്ക് ആദ്യമേ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം, റൂട്ട്സ് കണ്ടുപിടിക്കണം, ഓരോ റൂട്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓരോ റൂട്ട് എന്ന് പറയുന്നത് ഐഗൺ വാല്യൂസ് ആണ്. ആ ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. ആ ഐഗൺ വെക്റ്റേഴ്സ് ഉപയോഗിച്ച് മോഡൽ മെട്രിക്സ് എഴുതണം. മോഡൽ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഡയഗണലൈസ് ചെയ്യണം. അത്രയും പരിപാടി നമുക്ക് ചെയ്യാനുണ്ട്. സോ അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ജോലി എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക, ഐഗൺ മെട്രിക്സ് എഴുതി വയ്ക്കുക. എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു ഡയഗണൽ എലമെൻസിൽ നിന്ന് ലാംഡ മൈനസ് ചെയ്യാം. -2 മൈനസ് ലാംഡ, 2 മൈനസ് 3, 2 1 മൈനസ് ലാംഡ, -6 -1 -2 0 മൈനസ് ലാംഡ എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് ലാംഡ. ശരിയാണല്ലോ, ഇതാണ് നമ്മുടെ ഐഗൺ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ശ്രദ്ധിച്ചിരിക്കണേ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. 3/3യുടെ കേസിൽ ഇതിൻ്റെ സോൾഡ് ഫോർമാറ്റ് എങ്ങനെയാണ്? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് എ ഇസ് ഈക്വൽ ടു 0. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ട്രേസ് ഓഫ് എ കണ്ടുപിടിക്കാം. ട്രേസ് ഓഫ് എ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ്. -2 + 1 + 0 = -1. നെക്സ്റ്റ് മൈനസിൻ്റെ സം കണ്ടുപിടിക്കണം. m11 പ്ലസ് m22 പ്ലസ് m33 ഇസ് ഈക്വൽ ടു m11 എന്ന് പറയുമ്പോൾ 1 - 6 - 2 0. m22 എന്ന് പറയുമ്പോൾ 2 പൊസിഷൻ റോ കോളം ഒഴിവാക്കിയാൽ -2 -3 -1 0. m33 എന്ന് പറയുമ്പോൾ 3 പൊസിഷൻ റോ കോളം ഒഴിവാക്കിയാൽ -2 2 2 1 ഇസ് ഈക്വൽ ടു 0 -12 പ്ലസ് 0 -3 പ്ലസ് -2 -4 ഈക്വൽ ടു -12 -3 -2 -4 -4 -2 -2 -6 3 -9 -12 9 12 21. സോ -21 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻ്റ് എ ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു 0 -12 -2 ഇൻറ്റു 0 -6 -3 ഇൻറ്റു -4 പ്ലസ് 1 ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു -12 -2 ഇൻറ്റു -6 -3 ഇൻറ്റു -3 ഇസ് ഈക്വൽ ടു 24 പ്ലസ് 12 പ്ലസ് 9 12 9 ഇവിടെ 4 2 6 2 1 3 പ്ലസ് 9 36 9 45. സോ ഇതാണ് നമ്മുടെ ഡിറ്റർമിൻ്റ് എന്ന് പറയുന്നത്. അടുത്ത ജോലി എന്താണ്? ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് വരിക നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിൻ്റ് എയിലേക്ക് ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? അടിപൊളി. ട്രേസ് ആണെന്ന് തോന്നി, ഞാൻ തുടച്ചു കളഞ്ഞല്ലേ. ട്രേസ് എന്ന് പറയുന്നത് എന്താണ്? -2 + 1 -1 ആണ്. സോ -1 ലാംഡ സ്ക്വയർ മൈനസ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് വരിക? -21 ലാംഡ മൈനസ് ഡിറ്റർമിൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 45. സോ ഇവിടെ ഈ രണ്ട് മൈനസുകൾ ചേർന്നിട്ട് നമുക്ക് പ്ലസ് ആക്കാം. ഇവിടെ പ്ലസും മൈനസും ചേർന്നിട്ട് എന്താവും? മൈനസ്. സോ ഫോണിൽ മെസ്സേജ് വന്ന സൗണ്ടാണ്. ലാംഡ ക്യൂബ് പ്ലസ് ലാംഡ സ്ക്വയർ, വീണ്ടും മെസ്സേജ്. ലാംഡ ക്യൂബ് എന്തോന്നൊരു മെസ്സേജിൻ്റെ പൂരോ. ലാംഡ ക്യൂബ് പ്ലസ് ലാംഡ സ്ക്വയർ -21 ലാംഡ -45 ഇസ് ഈക്വൽ ടു എന്താണ്? 0. സോ ലാംഡ ക്യൂബ് പ്ലസ് ലാംഡ സ്ക്വയർ -21 ലാംഡ
-45 = 0 എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ കോയിഫിഷ്യൻസ് ആയിട്ടുള്ള 1, 1, -21, -45 എന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങൾ കാൽക്കുലേറ്ററിൽ കോയിഫിഷ്യൻസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കാൽക്കുലേറ്റർ പറഞ്ഞു തരുന്ന ഉത്തരം ഇതൊക്കെയായിരിക്കും. ലാംഡ = 5 എന്ന് പറയുന്ന ഒരു ഐഗൺ വാല്യൂ കിട്ടും. അതിനുശേഷം -3 കാണിക്കും. ഓക്കെ, -3 കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വാല്യൂസ് ഒന്നും കാണിക്കില്ല, പക്ഷെ നമുക്ക് 3 ഉത്തരം കിട്ടും. അപ്പം രണ്ടാമത് കാണിക്കുന്ന ഉത്തരം റിപ്പീറ്റഡ് റൂട്ടായിരിക്കും. -3 തന്നെയാണ് എഗെയിൻ വരുന്ന റൂട്ട്. ഇതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് ഡയഗണൽ കൂട്ടി നോക്കണം, അഥവാ ട്രേസ് നമ്മുടെ കയ്യിലുണ്ട്. ട്രേസ് -1 ആണ്. ഈ വാല്യൂസ് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് -1 കിട്ടണം. കൂട്ടി നോക്കുമ്പോൾ എന്താണ് വരിക? 5 - 3 -3 5 - 6 -1 കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന റൂട്ട് -3 ആണെന്ന് കൺഫേം ചെയ്യാനും പറ്റി. സോ അപ്പം നെക്സ്റ്റ് ജോലി എന്താണ്? ലാംഡ = 5-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടി നോക്കാം. സോ അപ്പോൾ നമ്മൾ ആദ്യം ലാംഡ = 5-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിച്ച് നോക്കണം. ശ്രദ്ധിച്ചിരിക്കുക. സോ വെൻ ലാംഡ = 5, ലാംഡയ്ക്ക് 5 കൊടുത്താൽ എന്താണ് സംഭവിക്കുക? ഇവിടെ ലാംഡയ്ക്ക് 5 കൊടുത്താൽ എന്ത് വരും? -2 - 5 എന്ന് പറയുന്ന -7 ആണ്. 2 -3 2 1 - 5 എന്ന് പറയുമ്പോൾ -4 വരും. -6 -1 -2 -5 എന്ന് വരും. ശരിയല്ലേ? ക്ലിയർ ആണല്ലോ? ഇവിടെ നിങ്ങളുടെ ഈ ലാംഡ കാണുന്നിടത്ത് 5 കൊടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഓക്കെ, x1 x2 x3 = എന്താണ്? 0 0 0. ഞാൻ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള റോ ചൂസ് ചെയ്യാണ്. 3 റോസും ഡിഫറൻ്റ് ആണ് അല്ലേ? 3 റോസും ഡിഫറൻ്റ് ആണ്. ഏതെങ്കിലും 2 റോ ചൂസ് ചെയ്യാം. ഇവിടെ വലിയ നമ്പേഴ്സ് ആണ്, 7 ഒക്കെയാണ്. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പം എനിക്ക് തോന്നുന്നു സെക്കൻഡും തേർഡും ചൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ സെക്കൻഡും തേർഡും ചൂസ് ചെയ്യാണ്. എന്താണ് വരിക? 2x1 -4x2 -6x3 = 0 -x1 -2x2 -5x3 = 0 x1 ഡിവൈഡഡ് ബൈ -4. അപ്പോൾ x1 പൊത്തിപ്പിടിക്കുക. -4 ശ്രദ്ധിച്ചിരിക്കണേ. -4 -6 -2 -5 ശരിയാണല്ലോ? x1 ഡിവൈഡഡ് ബൈ -4 -6 -2 -5 = x2 എഴുതുമ്പോൾ ഓൾറെഡി മൈനസ് കൊടുക്കണം. -x2 ഡിവൈഡഡ് ബൈ 2 -6 -1 -5 2 -6 -1 -5 = x3 ഡിവൈഡഡ് ബൈ 2 -4 -1 -2 2 -4 -1 -2. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് വരിക? x1 ഡിവൈഡഡ് ബൈ -4 × -5 +20 വരും. -2 × -6 +12 വരും അല്ലേ? +12 = -x2 ഡിവൈഡഡ് ബൈ 2 × -5 -10 വരും. -1 × -6 +6 വരും. ശരിയാണല്ലോ? = x3 ഡിവൈഡഡ് ബൈ 2 × -2 -4 വരും. -1 × -4 +4 വരും. സോ x1 ഡിവൈഡഡ് ബൈ 8 = -x2 ബൈ -16 = x3 ബൈ -8. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ മൈനസ് കട്ട് ചെയ്ത് കളയാം. ഇനി നിങ്ങൾ നോക്കുക, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇവിടെ 8 ആണ്. സോ ത്രൂ ഔട്ട് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് HCF 1 ആക്കണം. സോ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? x1 ബൈ 1 = x2 ബൈ 2 = x3 ബൈ -1. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചിരിക്കണേ. x1 = 1 2 -1 ശരിയാണല്ലോ? 1 2 -1. അപ്പോൾ ഇതെന്തായാലും ഒരെണ്ണം കിട്ടുമെന്ന് കൺഫേംഡ് ആണ്. പക്ഷേ റിപ്പീറ്റഡ് റൂട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല. സോ ഇനിയിപ്പോൾ അടുത്ത റിപ്പീറ്റഡ് റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുമ്പോൾ 3 റോസും സെയിം ആണെങ്കിൽ നമുക്ക് ഇവർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഡയഗണലൈസബിൾ ആണോ അല്ലേന്ന് നമുക്ക് അവിടെ വെച്ച് തന്നെ കൺഫേം ചെയ്യാൻ സാധിക്കും. 3 റോസും സെയിം ആണെങ്കിൽ 2 ഐഗൺ വാല്യൂസും കൂടെ കിട്ടും. അപ്പോൾ ഡയഗണലൈസബിൾ ആണ്. 3 റോസും സെയിം അല്ല എന്നുണ്ടെങ്കിൽ ഡയഗണലൈസബിൾ അല്ല. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ലാംഡ = -3 ആയിരുന്നു രണ്ടാമത്തെ റൂട്ട് അല്ലേ? സോ അപ്പോൾ നമുക്ക് ലാംഡ = -3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. സോ വെൻ ലാംഡ = -3 എന്താണ് വരിക നോക്കാം. സോ ലാംഡ കാണുന്നിടത്തെല്ലാം -3 കൊടുക്കുക.
-2 -3 2 -3 2 1 -3 -6 -1 -2 -3 ശരിയാണല്ലോ. ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ് 0 0 0. യെസ്. ദെൻ ഇതിൻ്റെ ആൻസേഴ്സ് എന്താണ് വരിക നോക്കാം. ഈ രണ്ട് മൈനസുകൾ ചേർന്നിട്ട് പ്ലസ് ആവും, ഇവിടെയും രണ്ട് മൈനസുകൾ ചേർന്നിട്ട് പ്ലസ് ആവും. ശരിയാണല്ലോ. -2 + 3 -2 + 3 എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. നെക്സ്റ്റ് 2 -3. യെസ്. നെക്സ്റ്റ് 2 ഇവിടെ ഈ രണ്ട് മൈനസുകൾ ചേർന്നിട്ട് പ്ലസ് ആവും. 3 + 1 4 -6 -1 -2 3 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ് 0 0 0. യെസ്. ഇനി നിങ്ങൾ നോക്കുക, 3 റോസും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഐഗൺ വെക്ടേഴ്സ് കൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, 3 റോസും സെയിം ആണ്, ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ഒരു സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുക. സെക്കൻഡ് റോനെ 2 കൊണ്ട് ഹരിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് റോ കിട്ടും. അല്ലെങ്കിൽ ഫസ്റ്റ് റോനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ് റോ കിട്ടും. ഫസ്റ്റ് റോനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? തേർഡ് റോ കിട്ടും. അപ്പോൾ അൾട്ടിമേറ്റ്ലി 3 റോസ് എന്താണ്? സെയിം ആണ്, ശരിയല്ലേ? അപ്പം എനിക്ക് 2 ഐഗൺ വെക്ടേഴ്സ് കൂടി കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് കൺഫേംഡ് ആയി. കാരണം ഒറ്റ ഇക്വേഷനെ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ എന്താണ്? x1 + 2x2 - 3x3 ഈക്വൽ ടു എന്താണ് 0. x3ക്ക് 0 കൊടുത്തിട്ട് ഒരു ഐഗൺ വെക്ടർ കിട്ടും, x2ന് 0 കൊടുത്താൽ മറ്റൊരു ഐഗൺ വെക്ടർ കിട്ടും, ശരിയല്ലേ? സോ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓൾറെഡി ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പുട്ട് x3 ഈക്വൽ ടു 0. അപ്പോൾ എന്താണ് വരിക? x1 + 2x2 ഈക്വൽ ടു 0. ഇനി നിങ്ങൾ 2/2 എന്താണോ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ചെയ്താൽ മതി. x1 ഈക്വൽ ടു -2x2 എന്ന് കിട്ടും. x1/-2 ഈക്വൽ ടു x2/1 എന്ന് കിട്ടും, ശരിയല്ലേ? -2 താഴേക്ക് എടുക്കുക, 1 ഇങ്ങോട്ടേക്ക് എടുക്കുക. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ x1 ഇസ് ഈക്വൽ ടു എന്താണ് വരിക? x1 ഓൾറെഡി കിട്ടി, 5ന് കറസ്പോണ്ടിങ്. x2 എന്താണ് വരിക? ശ്രദ്ധിച്ചിരിക്കുക, x1ൻ്റെ താഴെയുള്ള നമ്പർ -2, x2ൻ്റെ താഴെയുള്ള നമ്പർ 1, x3ൻ്റെ താഴെയുള്ള നമ്പർ എന്താണ്? 0. -2 1 0 ആണ് x2 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് x2ന് 0 കൊടുക്കുക. പുട്ട് x2 ഇസ് ഈക്വൽ ടു 0. x2ന് 0 കൊടുക്കുമ്പോൾ എന്താണ് വരിക? x1 - 3x3 ഈക്വൽ ടു 0 എന്ന് വരും. അവിടുന്ന് x1 ഈക്വൽ ടു 3x3 എന്ന് കിട്ടും. x1/x3യുടെ കോയിഫിഷ്യൻ്റ് താഴെ എടുക്കുക, x3/x1ൻ്റെ കോയിഫിഷ്യൻ്റ് താഴെ എടുക്കുക. ഓക്കെ. ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ x3 ഇസ് ഈക്വൽ ടു എന്താണ് വരിക? x1ൻ്റെ താഴെയുള്ള നമ്പർ 3, x2 എന്ന് പറയുന്നത് 0, x3യുടെ താഴെയുള്ള നമ്പർ എന്താണ്? 1. സോ 3 0 1 ആണ് x3 വരിക, ശരിയാണല്ലോ. അപ്പോൾ നമുക്ക് ഡയഗണലൈസബിൾ ആണെന്നുള്ളത് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ശ്രദ്ധിച്ചിരിക്കണേ. ഓർഡർ ഓഫ് ഗിവൺ മെട്രിക്സ്. ഡയഗണലൈസബിൾ ആണോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ആൻസർ വേണ്ടേ നമുക്ക്? സോ ഓർഡർ ഓഫ് ഗിവൺ മെട്രിക്സ്, തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു 3/3. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടേഴ്സ്, നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടേഴ്സ്. ശ്രദ്ധിച്ചിരിക്കുക, നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഐഗൺ വെക്ടേഴ്സ്. എത്ര ഐഗൺ വെക്ടേഴ്സ് കിട്ടി? 3 എണ്ണം. ഇപ്പോൾ രണ്ടും സെയിം നമ്പേഴ്സ് ആണ്, ശരിയല്ലേ? ദെർഫോർ എ എന്ന് പറയുന്ന ഗിവൺ മെട്രിക്സ് ആണ്, ഈസ് ഡയഗണലൈസബിൾ. എ ഈസ് ഡയഗണലൈസബിൾ. എ എന്ന് പറയുന്നത് എന്താണ്? ഡയഗണലൈസബിൾ ആണ്. ഓക്കെ. ഇത്രയും എഴുതിയതിന് ശേഷം വേണം നമ്മൾ ഡയഗണലൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. ഇനി നെക്സ്റ്റ് ജോലി എന്താണ്? മോഡൽ മെട്രിക്സ് ആയിട്ടുള്ള P എഴുതുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ജോലി. അപ്പോൾ നമുക്ക് x1ഉം x2ഉം x3ഉം കിട്ടിയിട്ടുണ്ട്. ഇനി ആ 3 മെട്രിക്സുകൾ ഉപയോഗിച്ച് നമ്മൾ മോഡൽ മെട്രിക്സ് ആയിട്ടുള്ള P എഴുതണം. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ആ Pയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അതിനുശേഷം P ഇൻവേഴ്സ് AP എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഡയഗണലൈസ് ചെയ്ത് കിട്ടുന്ന ഉത്തരം എഴുതണം. ഇത്രയുമാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് മോഡൽ മെട്രിക്സ് ആയിട്ടുള്ള P എഴുതി നോക്കാം. സോ അപ്പോൾ നമുക്ക് കിട്ടിയ ഐഗൺ വെക്ടേഴ്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. x1 x2 x3 3 ഐഗൺ വെക്ടേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. സോ അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്? മോഡൽ മെട്രിക്സ് എഴുതണം, ശരിയല്ലേ? ശ്രദ്ധിച്ചിരിക്കുക, മോഡൽ മെട്രിക്സ് P എന്ന് പറയുന്നത് എന്താണ്? മോഡൽ മെട്രിക്സ് P. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. P ഈസ് ഈക്വൽ ടു x1 എന്ന് പറയുന്നത് എന്താണ്? 1 2 -1, x2 എന്ന് പറയുന്നത് -2 1 0, x3 എന്ന് പറയുന്നത് എന്താണ്? 3 0 1. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്
നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഈ പിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇത് ഞാൻ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. എ എന്ന് പറയുന്ന മെട്രിക്സിൽ സേവ് ചെയ്തിട്ട് എ ഇൻവേഴ്സ് ബട്ടൺ ഉപയോഗിച്ച് ഞാൻ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഓക്കെ, കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഈ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ഡയഗണലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? ഡയഗണൽ മെട്രിക്സ് ഡി ഈസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയഗണലൈസ് ചെയ്യുന്നു. പി ഇൻവേഴ്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 1/8 1/4 -3/8 -1/4 1/2 3/4 1/8. ശ്രദ്ധിച്ചിരിക്കണേ, 1/8 1/4 5/8. ഓക്കെ, ഇൻറ്റു എയുടെ പ്ലേസിൽ എന്ത് കൊടുക്കാം? നമ്മുടെ ക്വസ്റ്റ്യൻ -2 2 -3 2 1 -6 -1 -2 0 ഇൻറ്റു പി. പി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, മോഡൽ മെട്രിക്സ് 1 -2 3 2 1 0 -1 0 1. യെസ്, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഐഗൺ വാല്യൂസ് ഡയഗണലായിട്ട് വരും. ആദ്യത്തെ ഐഗൺ വാല്യൂ 5, രണ്ടാമത്തത് -3 -3, ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം എന്താണ്? 0. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനലായിട്ടുള്ള ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്ര എഴുതുമ്പോഴാണ് നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. സോ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതി പഠിക്കുക കേട്ടോ.